ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്, ഞാൻ ചുരുക്കി പറയാം. കഅബാലയത്തിലേക്ക് നിസ്കരിച്ചിരുന്നതിന് മുമ്പ് ഖിബ്ല എവിടേക്കായിരുന്നു? മസ്ജിദുൽ അഖ്സായിലേക്കായിരുന്നു, ഈലിയായിലേക്കായിരുന്നു, ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സായിലേക്കാണ്. അങ്ങനെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ നമുക്ക് പോയ ആളുകളൊക്കെ മദീനയിൽ ചെല്ലുമ്പോൾ കാണും, അവിടെ ആ പള്ളിയിൽ നിസ്കാരത്തിലായിരിക്കുമ്പോഴാണ് ഖിബ്ല ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞേക്കണം. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വഹി വന്നത്. അങ്ങനെ ആ നിസ്കാരത്തിൽ അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും തിരിഞ്ഞു നിസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിൽ ഇറങ്ങി ഒരു സ്വഹാബി ഓടിച്ചെന്ന് ഖുബാ പള്ളി, തൊട്ടപ്പുറത്തിന് ഖുബാ പള്ളിയുള്ളത്, ഖുബാ പള്ളിയിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അവിടെ ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോ ഇതാ ഖിബ്ലയെ അല്ലാഹു തആല കഅബയിലേക്ക് മാറ്റിയിട്ടുള്ള വഹി വന്നിരിക്കുന്നു. പറഞ്ഞപ്പോഴേക്കും മുഴുവൻ ആളുകൾ നിസ്കാരത്തിൽ ഖുബാ പള്ളിയിലും ആ നിസ്കാരത്തിൽ കഅബയിലേക്ക് തിരിയുകയാണ്. വേറെ ചോദ്യം അവിടെ ഇല്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ആ പറഞ്ഞത് അങ്ങനെ അംഗീകരിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കള്ള് ഹറാമാകുന്നതിന്റെ മുമ്പ്, മദ്യം ഹറാമാക്കുന്നതിന്റെ മുമ്പ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ മദ്യം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ എന്ന് പറയുന്നത്, ഇതാ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, മദ്യം അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട് എന്ന് ആയത്ത് ഇറങ്ങി എന്ന് പറഞ്ഞു എന്നപ്പോഴേക്കും അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനസ് ബിൻ മാലിക്, കള്ളങ്ങ് ചിന്തയേക്കണം, എല്ലാ കള്ളും ചിന്തയേക്കണം. മദീനയിലെ മുഴുവൻ തെരുവുകളിലും മദ്യം ഒഴുകിയെന്ന്, അത് ഒരു എക്സാജറേഷൻ പറഞ്ഞതല്ല, ശരിക്കും ആളുകൾ അത് ഒഴുക്കിക്കളഞ്ഞു. കാരണം അവരത് ജ്യൂസ് കുടിക്കണ പോലെ കുടിച്ചിരുന്ന കാലമായിരുന്നു അന്ന്. സുബ്ഹാനല്ലാഹ്. വേണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, മദി നബിയെ ഞങ്ങൾക്ക് മതി. സിസർ ഒരിക്കൽ ഹറാമാണ്. എങ്ങനെ ഹറാം? നിന്റെ ശരീരത്തിന് കേടുവരുത്താണ്, ലങ്സിന് ക്യാൻസർ വരുത്താണ്, ശ്വാസകോശത്തിന് ക്യാൻസർ വരുത്താണ്. അല്ലാഹു തന്ന ശരീരം, ശ്വാസകോശം നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? എത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ. നമ്മൾ കൊണ്ട് അള്ളാഹുവിന്റെ വലിയ കുദറത്ത്, അത് നമ്മളങ്ങോട്ട് നശിപ്പിക്കും. എന്താ ഇവന് ഈ പുക പോകുന്ന ആ ഒരു ഊടിന്റെ ഒരു റാഹത്തേ ഉള്ളൂ. നല്ല നട്ടുച്ച നേരത്തിൽ വലിച്ചെടുക്കുന്ന ആൾക്കാരെ കാണുമെങ്കിൽ ഭയങ്കര വേദന ഉണ്ട്. നട്ടുച്ച ഈ ചൂടത്ത് 50-48 ഡിഗ്രി ചൂടുണ്ടാകുമ്പോൾ ഉച്ചക്കാണ് സിസ്റ്റം, അല്ലെങ്കിലേ ചൂടാണ്. ഈ ചൂട് ഉള്ളുക്കും പുകയിപ്പിച്ച് സുബ്ഹാനല്ലാഹ്. അതും എഴുതിയിട്ടുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ്സ് ക്യാൻസർ, അല്ലേ? നിയമപരമായ അറിയിപ്പ്, ഇത് ക്യാൻസർ വരുത്തുന്നതാണ്. അങ്ങനെ ഒരു സത്യം ലോകത്ത് അംഗീകരിച്ച സംഗതി എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇങ്ങനെയൊക്കെ പരസ്യപ്പെടുത്തിയിട്ടും എല്ലായിടത്തും ഫൈനടക്കം കൊടുത്തിട്ടും എന്നാലും സ്മോക്കേഴ്സ് റൂം, വലിക്കാനൊരു റൂം എയർപോർട്ടിലും എല്ലായിടത്തും റെഡിയാണ്. സ്മോക്കേഴ്സ് ഏരിയ, വലിക്കുന്നവർ ഇങ്ങോട്ട് വന്ന് വലിച്ചോളി. മുഅ്മിനെ, ഡോക്ടർ ഇത് പറഞ്ഞാൽ ഞങ്ങൾ നിർത്തൂലേ? നാളെ മരിക്കൂട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർത്തൂ ഈ ഏർപ്പാട്. അല്ലാഹു തആല പറയണത് പറ്റൂല. എങ്ങനെ പറ്റൂല? സിസർ പറ്റൂല എന്ന് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കരുത്. ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. ഉലമാ ആ ആയത്തിൽ നിന്നാണ് ഈ മസല എടുക്കുന്നത്. നിങ്ങൾ നാശത്തിലേക്ക് പോകരുത്, നിങ്ങൾ നശിപ്പിക്കരുത്. അത് സിസർ വഴിക്ക് മാത്രമല്ല, മൂക്കറ്റം ഭക്ഷണം കഴിച്ചിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങി ഒന്ന് അനങ്ങാതെ നടക്കാതെ നടക്കുന്ന മനുഷ്യന്മാർക്ക് ഇത് ബാധകമാണ്. അറ്റാക്ക് കൊണ്ടുവരുന്നു, നിന്റെ ശരീരം നീ നശിപ്പിക്കാൻ ചെയ്യാൻ പാടില്ല. ഇറങ്ങി നടക്കുന്ന എക്സസൈസ് ചെയ്യ്, അല്ലെ ഭക്ഷണത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യ്. ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. നാശത്തിലേക്ക് അടുക്കല്ല. ഇസ്രായേലിക്ക് മാത്രമുള്ള നിയമമല്ല, എക്സസൈസ് ഇല്ലാത്ത ആൾക്കാർ എക്സസൈസ് ചെയ്യണം. എന്റെ അള്ളാഹുവിന്റെ കൽപ്പന കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. നിനക്ക് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. നാശത്തിലേക്ക് പോകരുത്. അപ്പോ അങ്ങനെ ഒരു നിയമമുണ്ട്. പഠിച്ചോനെ, ഇന്നത്തെ ക്ലാസ് മിസ്സായിക്കണമെങ്കിൽ ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇതിൽ പെട്ടുപോയും ചെയ്ത് നമ്മൾ വരിക്കുന്നുണ്ട്. നിർത്തിയേക്കണം മുഅ്മിനെ, ഇന്ന് മുതൽ നിർത്തിക്കോളി. അതൊക്കെ പറ്റുന്ന, അതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ഇനി റമദാനും കൂടിയാ വരുന്നത്. ശരിക്കുള്ളൊരു പ്രാക്ടീസാണ്, ശരിക്കുള്ളൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും. അത് നാശമാണ്. എല്ലാവരും അംഗീകരിച്ച വിഷയമാണ്. ഡോക്ടർമാർ മുഴുവനും എല്ലായിടത്തും പോസ്റ്ററുകളും ഒക്കെ എത്ര പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. എന്നാലും വലിക്കൽ. അപ്പോ നശിപ്പിക്കരുത്. കള്ള് ഇങ്ങനെ കുടിച്ചിരുന്ന സമൂഹത്തോട് പറ്റൂല. അപ്പം നിർത്തിയില്ലേ അവർ. ഇങ്ങനെയാണ് അവർ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഹൈബർ യുദ്ധം നടക്കാൻ, ഹൈബർ യുദ്ധം നടക്കുമ്പോ അന്ന് ചില ആളുകളൊക്കെ അന്നത്തെ കഴുതകൾ അറുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്?
മാംസം കറി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെമ്പുകളൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്നല്ലാഹ വറസൂലഹു യൻഹയാനികും അൻ ലുഹൂമിൽ ഹുമുരിൽ അഹ്ലിയ. ഈ കഴുതകളൊന്നും തിന്നാൻ പാടില്ല എന്ന് അല്ലാഹും റസൂലും കൽപ്പിക്കുന്നുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ആ നേരം പടച്ചോനെ വേവാനായിട്ടുണ്ട്, തിളച്ചിങ്ങനെ മറിയാൻ. ആ കഴുതയുടെ ഇറച്ചിങ്ങനെ തിളച്ചു മറിയാണ് സർവ്വ ചെമ്പുകളിലും. ഖൈബർ യുദ്ധം എന്ന് പറഞ്ഞാൽ ആഴ്ചകളോളം മുശ്രിക്കീങ്ങളായ ആളുകൾ ക്യാമ്പ് കടന്ന് യുദ്ധം ചെയ്തിട്ടുള്ള സമയമാണ് ഖൈബർ യുദ്ധം. ആ സമയത്ത് പടച്ചോനെ ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് പോരെ ചോദിച്ചില്ലാന്ന, അപ്പോഴേക്കും ചെമ്പ് മുറിച്ചിട്ട് വേണ്ട, ഇനി ഞങ്ങൾക്കിത് വേണ്ട. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത് കഴുതിറച്ചിനെ പറ്റിയുള്ള മാത്രമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കി പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല വിഷയങ്ങളിലും അള്ളാഹുവിന്റെ നിയമം ബാധിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അനുസരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കൽ മാത്രമാണ് ഉലമാഇന്റെ പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ഡ്യൂട്ടിയും അത്രയേ ഉള്ളൂ. അതനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു തആല നമുക്ക് അതിനുള്ളൊരു വിശാല മനസ്കതയും ഹൃദയത്തിലൊരു ഈമാനിന്റെ പ്രകാശവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.